നമസ്കാരം. ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് മിസ്റ്റർ രാഹുൽ ഗാന്ധി നമ്മുടെ ഭരണഘടനയ്ക്ക് മേൽ വളരെയധികം അക്രമങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുകയാണ്. ഇവിടെ ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയായിരുന്നു. കാരണം കോൺഗ്രസ് ഭരിക്കുമ്പോൾ 1975 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ സകല ജുഡീഷ്യൽ സംവിധാനങ്ങളെയും സകല മാധ്യമങ്ങളെയും അടച്ചുപൂട്ടിയും ഒരു ഫാസിസ്റ്റ് ഭരണകർത്താവിനെ പോലെ എല്ലാവരെയും തങ്ങളുടെ അധികാരത്തിൻ്റെ കസേര തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായി ജനാധിപത്യത്തെ തച്ചുടച്ച ഒരു കാലഘട്ടമായിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് അടിയന്തരാവസ്ഥ എന്നാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്നാലും രാഹുൽ ഗാന്ധി ഇതേപോലുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതേ രൂപത്തിലുള്ള ഒരു അടിയന്തരാവസ്ഥയോ അതുപോലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ജനങ്ങളുടെ അധികാരത്തെയും ചോദ്യം ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള നടപടിയും മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ ഇതേപോലെ പച്ചക്കള്ളങ്ങൾ പറയുന്നു? രാഹുൽ പറയുന്ന കാര്യങ്ങളിൽ എന്തുമാത്രം സത്യസന്ധതയുണ്ട്? ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് പ്രിയങ്ക വാദ്ര. പുള്ളിക്കാരത്തി തങ്ങളുടെ പ്രസംഗത്തിൽ പറയാറുണ്ട്, എൻ്റെ മൂക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് സാമ്യമുള്ളതാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിയുമായി ഒരു സാമ്യം ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ സാമ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാനായിട്ട് പ്രിയങ്ക വാദ്ര തൻ്റെ പ്രസംഗങ്ങളിലൂടെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു സാമ്യം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയുമായി ഈ പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരനായ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് വളരെയധികം സാമ്യമുണ്ട്. എന്താണ് ആ സാമ്യം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീമാൻ M.O. മത്തായി എഴുതിയ റെമിനിസൻസ് ഓഫ് ഗാന്ധി എറ എന്ന പുസ്തകത്തിൽ അദ്ദേഹം നെഹ്റുവിൻ്റെ കുടുംബത്തിൽ ഏറ്റവും അധികം ചേർന്ന് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ PMO ഓഫീസുമായി PMO ഓഫീസിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ M.O. മത്തായിക്ക് നെഹ്റു കുടുംബത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരുന്നു. ആ M.O. മത്തായി എഴുതിയ പുസ്തകമാണ് റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ് എന്നുള്ളത്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ഫിറോസ് ഗാന്ധിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതായത് ഫിറോസ് ഗാന്ധി ഏത് തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് മറ്റാരുമല്ല മറിച്ച് ഇന്ദിരാഗാന്ധിയുടെ പിതാവായ ശ്രീ ജവഹർലാൽ നെഹ്റു തന്നെ പറയുന്നുണ്ട്. എന്താണ്? ഫിറോസ് ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഭൂലോക കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് പാർലമെൻറ്റിൽ തൻ്റെ പ്രതിയോഗികളെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കള്ളം പറയുന്നതിൽ വളരെയധികം സമർത്ഥമായി കള്ളം പറയുന്നൊരു വ്യക്തിയാണെന്ന് നെഹ്റു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നെഹ്റു പറയുന്നതായിട്ട് M.O. മത്തായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതേ ചാപ്റ്ററിലെ അതേ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. V.K. കൃഷ്ണമേനോൻ എന്ന ഇന്ത്യയുടെ പ്രത്യേകിച്ച് മലയാളിയായ
പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ ഈ ഫിറോസ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത്. റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ് എന്ന പുസ്തകത്തിൽ നിന്നാണ് എമോമത്ത് എഴുതുകയാണ്. I was not surprised when one day during the Firoz Gandhi's attack on the finance minister T.T. Krishnamachari in parliament, Nehru vehemently condemned him in the presence of Lal Bahadur and myself and said, "This fellow Firoz is a bloody liar." Neither was I surprised when VK Krishnamenon once told me, "I have known Firoz Gandhi from his so-called student days in London. My experience had led me to the conclusion that he is a congenital liar." ഇത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും VK കൃഷ്ണമേനോൻ്റെയും അഭിപ്രായമാണ്. അതായത് പച്ചക്കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഫിറോസ് ഗാന്ധി. അപ്പോൾ ഈ DNA ആണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇതേപോലെ കല്ലുവച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ സാമാന്യമായി ചിന്തിച്ചാൽ മനസ്സിലാകും, 2014 ഇലക്ഷൻ നടക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് കോൺഗ്രസ്. ആ സമയത്ത് നടന്ന ഇലക്ഷനിൽ BJPക്ക് 303 സീറ്റുമായി അവർ വിജയിക്കുന്നു. ആ ഇലക്ഷൻ വോട്ട് ചോരിയാണെന്നും EVM തട്ടിപ്പാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കണമെങ്കിൽ അതിന് ചെറുതായിട്ടൊന്നുമല്ല ഉളുപ്പ് വേണ്ടത്, ഇത്രയധികം കള്ളം പറയുന്നു. ഇനി അതിനുശേഷം 2014 ശേഷം 2019 ഇലക്ഷനിലും BJPക്ക് നന്നായിട്ട് സീറ്റ് കിട്ടി, അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. എന്നാൽ 2024 ഇലക്ഷനിൽ ഈ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഈ ഇലക്ഷനിൽ കഴിഞ്ഞ 2 ഇലക്ഷനേക്കാൾ കുറവ് സീറ്റാണ് BJPക്ക് കിട്ടിയത്. എന്നിട്ടും വോട്ട് ചോരി എന്ന്, അതായത് വോട്ട് മോഷണം നടത്തുകയാണെങ്കിൽ BJPക്ക് 2019 കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് 2024 കിട്ടേണ്ടതാണ്. എന്നാൽ 2019 കിട്ടിയ സീറ്റിനേക്കാൾ വളരെ കുറവ് സീറ്റാണ് 2024 ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എന്താണ് വിഷയമെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സകലമാന സ്ഥലങ്ങളിലും ഇന്ത്യയിലെ വികസനങ്ങൾ നടക്കുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ ഈ വികസനങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു. അവർ പരമ്പരാഗതമായി തങ്ങൾ ചെയ്തിരുന്ന വോട്ടിൽ നിന്നും മാറി അവർ BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നു. ഈ മാറ്റം മൂലം ഇനി തങ്ങൾക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ, വോട്ടിങ്ങിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും BJP സർക്കാരിനെ നിലത്തിറക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ തൻ്റെ DNAയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ കള്ളത്തരത്തിൻ്റെ സ്വഭാവം പുറത്തെടുത്തുകൊണ്ട് ഇതേപോലുള്ള തെമ്മാടിത്തരം നിറഞ്ഞ പ്രചരണങ്ങളിൽ ഏർപ്പെടുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി 20 വർഷത്തോളം ഇപ്പോൾ പൊളിറ്റിക്സിലുണ്ട്. ഏകദേശം 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നെങ്കിലും സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്നു രാഹുൽ ഗാന്ധി. എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ലോകസഭയും രാജ്യസഭയും പാസാക്കിയ ഒരു ബില്ല് മൻമോഹൻ സിംഗ് പത്രസമ്മേളനത്തിൽ അക്കാര്യം പത്രക്കാരോട് വിവരിക്കുന്നതിൻ്റെ ഇടയിൽ പത്രക്കാരുടെ മുന്നിൽ വച്ചും എല്ലാവരുടെയും മുന്നിൽ വച്ച് ആ ബില്ല് വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ട ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി.
അതായത് ജനങ്ങളുടെ ഹൗസുകളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു ബില്ല് ഏകപക്ഷീയമായി വലിച്ചു കീറുമ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് എതിരെ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കാൽ കോടാലി വയ്ക്കുന്നത് ആരാണെന്ന് അല്പമെങ്കിലും വിവരമുള്ള ജനത്തിന് മനസ്സിലാവും. ഇനി സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്ന ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം വിജയിച്ചു പോയ മണ്ഡലങ്ങളിൽ അദ്ദേഹം വയനാട് 2 പ്രാവശ്യം മത്സരിച്ചു വിജയിച്ചു, റായ്ബറേലിയിൽ മത്സരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ മറ്റ് മണ്ഡലങ്ങളിൽ വിജയിച്ചു. അദ്ദേഹം ഒരു MP എന്ന നിലയിൽ അവിടെ എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് കോൺഗ്രസ് പറയാൻ തയ്യാറാകണം. യാതൊരു തരത്തിലുള്ള വികസനങ്ങളും നൽകാതെ, യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ചെയ്യാതെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് വിശ്വസിക്കുന്നത്? ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ? ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ബോധ്യങ്ങളുമുണ്ട്. അവർ എന്നും അടിമകളെ പോലെ കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വിശ്വാസമാണ് വോട്ട്. അത് വെച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ജനത വോട്ട് ചെയ്യുന്നു. അതിനെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ജനസമക്ഷം അദ്ദേഹത്തെ അവഹേളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങളാണ് അവഹേളിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. നിങ്ങൾ പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിക്കുവാനായിട്ട് എല്ലാ മേഖലകളിലും ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വികസനം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് മോദി ട്രംപ് വിളിക്കുന്നു, എന്നിട്ട് മോദിയോട് പറയുന്നു മോദി സറണ്ടർ എന്ന് മോദിയോട് പറയുന്നു. അങ്ങനെ മോദി സറണ്ടറായി എന്നാണ് ഈ മഹാൻ പ്രസംഗിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, മോദിയും ട്രംപും തമ്മിലുള്ള സംഭാഷണം ഈ രാഹുൽ ഗാന്ധി എങ്ങനെ അറിഞ്ഞു? പെഗാസസ് സോഫ്റ്റ്വെയർ ഇവരുടെ ഫോണുകളിൽ രാഹുൽ ഗാന്ധി ഘടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. തികച്ചും പച്ചക്കള്ളം. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അദ്ദേഹം ഏതോ കണ്ട പോലെ, അദ്ദേഹം വളരെ ക്ലോസ് ആയിട്ട് അറിഞ്ഞ പോലെ ഒരു കാര്യം യാതൊരു ഉറപ്പുമില്ലാതെ പറയുകയാണ്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ യുദ്ധം എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ മിലിറ്ററി സംവിധാനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ജനാധിപത്യത്തെ BJP മോദി സർക്കാർ നശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് എന്തില്ല? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ഒരു സംവിധാനങ്ങളുടെ മേലും വിശ്വാസമില്ല. ഇന്ത്യയുടെ പട്ടാളത്തിൻ്റെ മേൽ വിശ്വാസമില്ല. ഇന്ത്യയുടെ പാർലമെൻറ്റ് ജുഡീഷ്യൽ സംവിധാനത്തിൽ വിശ്വാസമില്ല. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽ വിശ്വാസമില്ല. CBIയുടെ മേൽ വിശ്വാസമില്ല. EDയുടെ മേൽ വിശ്വാസമില്ല. NIAയുടെ മേൽ വിശ്വാസമില്ല. ഇദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഇന്ത്യക്കാരനെന്ന് പറയാൻ സാധിക്കുക? ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ കണ്ട ഒരു കോടതി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇതേപോലെ അഭിപ്രായം പറയില്ല. അതായത് ചൈന ഇന്ത്യയുടെ സ്ഥലം കയ്യേറിയെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ കോടതിയുടെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ആ കോടതിയുടെ വക്കീലിനെ വിമർശിക്കുവാനായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരി ശ്രീമതി പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വന്നു. കോടതിക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഇത് തച്ചോളിയോദയനാണ്, അദ്ദേഹത്തെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട. ഇങ്ങനെ അവരാണ്, അതായത് ഇന്നും ഗാന്ധി ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഇവരാണ് ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥർ, ബാക്കി ഏതോ വലിഞ്ഞു കയറി വന്നവരാണ്. ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഈ രാജ്യത്തിൽ ഞങ്ങൾ പറയുന്നതേ നടക്കൂ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ മഹാന്മാരും മഹതികളും പെരുമാറുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജൻസികൾ, അതായത് യുവാക്കൾ, നിങ്ങൾ ഇതേപോലുള്ള കള്ള നാണയങ്ങളുടെ മേൽ വിശ്വാസമർപ്പിക്കാതെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി ആര് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അവർക്ക് വോട്ട് ചെയ്യുക.
1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യ വിദേശ അടിമത്തത്തിൻ്റെ കീഴിൽ നിന്നും മോചിതനായി. നമ്മൾക്കിനി യാതൊരു വ്യക്തിയുടെയും അടിമത്തത്തിൻ്റെ പേരേണ്ട ആവശ്യമില്ല. കഴിവുള്ളവർ രാജ്യം ഭരിക്കട്ടെ. കോൺഗ്രസ്സിന് ഏറ്റവും അധികം അവർക്ക് വേണ്ടത് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന വ്യക്തിയാണ്. ഇത് കോൺഗ്രസിൻ്റെ ചരിത്രമാണ്. ഗാന്ധി, MK ഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തുടങ്ങുന്ന ഒരു സംസ്കാരമാണ് ഇന്നും കോൺഗ്രസ്സിൽ നിലനിന്നു പോകുന്നത്. പ്രീണനം, 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 പ്രീണിപ്പിച്ച് നിർത്തുക, അങ്ങനെ ആ പ്രീണനത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് അവരുടെ അജണ്ട. അല്ലാതെ കഴിവും സ്ഥാനവുമുള്ളവർക്ക് കോൺഗ്രസ്സിൽ ഒരു സ്ഥാനവുമില്ല. നിങ്ങൾ എത്രമാത്രം കാല് പിടിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ചംചാഗിരി ചെയ്യുവാനും നിങ്ങൾക്ക് കഴിവുണ്ടോ അത്രമാത്രം നിങ്ങൾ കോൺഗ്രസ്സിൽ ഉയരും. അതല്ല, നിങ്ങൾ കഴിവും സാമർഥ്യവുമുള്ള അറിവുള്ളവരാണെങ്കിലും നിങ്ങളുടെ അറിവിനോ അല്ലെങ്കിൽ സാമർഥ്യത്തിനോ യാതൊരു വിലയും കോൺഗ്രസ്സിലില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ശശി തരൂരും മല്ലികാർജുന ഖാർഗെ. നമുക്കറിയാം, ഗാന്ധി കുടുംബത്തിൻ്റെ സ്പോൺസറായിരുന്നു മല്ലികാർജുന ഖാർഗെ. നിങ്ങൾ അല്പം വിവേകമുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മല്ലികാർജുന ഖാർഗെയും ശശി തരൂരിനെയും കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ മുകളിലാണ് ശശി തരൂർ. ശശി തരൂർ അതിൻ്റെ തലപ്പത്ത് വന്നാൽ കോൺഗ്രസിൻ്റെ തലവര തന്നെ മാറുമായിരുന്നു. പക്ഷേ ഗാന്ധി, ഈ നെഹ്റു കുടുംബം ഒരിക്കലും സമ്മതിക്കില്ല. കാരണം തങ്ങളുടെ പ്രോപ്പർട്ടിയായി, തങ്ങളുടെ സ്വന്തമായി കുടുംബ പ്രോപ്പർട്ടിയായി വച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ അടിമത്തം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയ വിവേകമുള്ള കോൺഗ്രസ്സുകാർ ആ പാർട്ടി വിട്ടുപോയി. അവർ അവരുടേതായിട്ടുള്ള വ്യക്തിത്വം പ്രദർശിപ്പിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനോട് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ DNA അലിഞ്ഞു ചേർന്ന ഈ കളവിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഉയരണമെങ്കിൽ നിങ്ങൾ സത്യസന്ധമായ മേഖലയിലോട്ട് വരിക. നിങ്ങളെ വിശ്വാസം അർപ്പിച്ച ജനതയുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവാക്കുക. അവരുടെ വളരെ ദയനീയമായ അവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനായി നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനത്തിൻ്റെ മുന്നിൽ അവ പ്രദർശിപ്പിക്കുക. ഇതൊന്നും ചെയ്യാതെ എല്ലാ തെക്ക് വടക്ക് റാലി നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു പോയി കോളേജുകളിൽ പ്രസംഗിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. പണ്ടത്തെ കാലമല്ല. ഇന്ന് നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ എന്ത് പറയുന്നുവോ അത് അതേപടി കോപ്പി ചെയ്യുവാനായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. ആ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ സമൂഹം നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും കൺസെപ്ഷനുകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടുകളും ചെയ്യുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്യേണ്ടത് ഇതേപോലുള്ള രാഷ്ട്രീയ ദുഷ്പ്രചരണങ്ങളിൽ നിന്നും വിട്ടുമാറി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വികസനങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ MLA-മാരോടും MP-മാരോടും അവിടെയുള്ള ജനങ്ങൾക്ക് പുരോഗതിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഫണ്ടുകളിൽ MP MLA ഫണ്ടുകൾ ഉപയോഗിച്ച് ആ നല്ല കാര്യങ്ങൾ ചെയ്ത് അവ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക. അല്ലാതെ ഗിമിക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ജനത്തെ ഇനി കബളിപ്പിക്കാൻ സാധിക്കില്ല. നന്ദി, നമസ്കാരം.